കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു കേട്ടോ. നട തുറന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരും കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഗണപതിനെ ഒന്ന് തൊഴാം. കിഴക്ക് വശത്തുള്ള ഗണപതി അമ്പലത്തിലൊന്ന് പോയിട്ട് സമാധാനമായിട്ട് തൊഴുത് ഗുരുവായൂരപ്പൻ്റെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ നേരെ ഇന്ന് നല്ല തിരക്കാണ്. ഉദയാസ്തമന പൂജയായിരുന്നു. വളരെ നല്ല തിരക്ക് തന്നെ. 1:30, 2, 3 ഇപ്പോൾ പറഞ്ഞ മാതിരി നല്ല തിരക്ക് തന്നെ. നമുക്ക് ഗോപുരവാതിലൊക്കെ കഴിഞ്ഞ് ആ വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തേക്ക് ഒന്ന് നോക്കിയിട്ട് മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. വലതുവശത്ത് തൂണ് നോക്കിയിട്ട് ഒന്നും കൂടി സ്മരിക്കാം നരസിംഹാവതാരത്തെ. അത് കഴിഞ്ഞാൽ നേരെ ശ്രീകോവിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാൽപാദങ്ങൾ കാണുന്നുണ്ട്, കാൽവളകൾ കാണുന്നുണ്ട്. അങ്ങനെ കാല് പിണച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ പട്ട് ഇങ്ങനെ ഞൊറിഞ്ഞുകൊടുത്തിട്ടുണ്ട്, മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞുകൊടുത്തിട്ട്. അങ്ങനെ നോക്കുമ്പോൾ അരയിൽ കിങ്ങിണി കാണാണ്ട്, അരമണി. അത് കഴിഞ്ഞ് നേരെ മാറിൽ ഒരു ശോഭയുള്ള ഒരു തിലകം ചാർത്തിയിട്ടുണ്ട്, ഒരു മുല്ലമൊട്ടുമാല ചാർത്തിയിട്ടുണ്ട്, ഒരു വളയം പോലത്തെ മാലയുണ്ട്. അങ്ങനെ നോക്കി കൈവളകൾ കാണാണ്ട്, കൈകൾ 2 കൈ കൊണ്ടും കൂടി പൊന്നോടക്കുഴൽ പിടിക്കുക കേട്ടോ. വേണുഗാനം പൊഴിക്കുകയാണെന്ന്. എല്ലാ ഭക്തരെയും ആ വേണുഗാനത്തിനിങ്ങനെ മുരളീരവത്തിലിങ്ങനെ ആറാടിച്ച് നമ്മളെ ദുഃഖങ്ങളൊക്കെ മറന്ന് ആ ഒരു സമയം കേൾക്കുന്ന സമയം ഇങ്ങനെ ബാക്കി എല്ലാ കാര്യങ്ങളും ബാക്കി എല്ലാ ചിന്തകളും മാറ്റി വെച്ച് ആ വേണുഗാനത്തിലിങ്ങനെ മായക്കണ്ണൻ കാഴ്ച കാണിക്കുകയാണ്. നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ നോക്കി വരുമ്പോൾ കൈവളകൾ കാണാനുണ്ട്, തോൾവളകൾ കാണാനുണ്ട്, ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്, പീലി നല്ല കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, തിരുമുടി മാല അങ്ങനെ കെട്ടിയിട്ടുണ്ട്. 2 എണ്ണം ഉണ്ട്, തെച്ചിയും തുളസിയായിട്ടുള്ളതും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതും. ഉണ്ടമാല ഉണ്ട്. ഉണ്ടമാല നല്ല കുറച്ച് തെച്ചി, കുറച്ച് വെളുത്ത പൂവ്, അങ്ങനെ ആയിട്ട് ഇടവിട്ടിട്ടുള്ളൊരു ഉണ്ടമാലയാണ്. നല്ല കട്ടിയിലുണ്ട്. അതേപോലെ വേറെ ഒന്ന് താമരയും തുളസിയായിട്ടുള്ളതും. അങ്ങനെ 2 ഉണ്ടമാലയുണ്ട്, 2 തിരുമുടി മാലയുണ്ട്. പിന്നെ മുകളിൽ വിധാനമായിട്ട് 4 എണ്ണം ഉണ്ട്. 4 തുളസിമാല അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ട് നോക്കുമ്പോൾ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. ഇപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി, ഉണ്ണി വേണുഗാനം പൊഴിക്കണത് കേൾക്കാണ്ടല്ലോ എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചാൽ ആ ഗോപന്മാർക്കൊക്കെ ആ പശുക്കളും ഒക്കെ അങ്ങനെ ആ വേണുഗാനത്തിനിങ്ങനെ മതി മറന്ന് നിൽക്കും. എല്ലാം മറന്ന് നിൽക്കുന്ന ആ സ്വരൂപമാണെന്ന് ചാർത്തിയിട്ടുള്ളത്. നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട്, നമ്മളിപ്പോൾ ആ സോപാനപ്പടിയിലാണ് വന്ന് നിന്ന് കാണുകയാണ് കേട്ടോ. എല്ലാവരും നോക്കിക്കോളൂ, തൊഴുതോളൂ. ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷം നമ്മളിലേക്കൊക്കെ വ്യാപിക്കും. അപ്പോൾ എല്ലാവരും അവനവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ, തൊഴുതോളൂ. അങ്ങനെ നമ്മൾ തൊഴുത് ഇറങ്ങുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ തടപ്പള്ളിയിലേക്കൊന്ന് നോക്കിയിട്ട് തൊഴും. അങ്ങനെ തൊഴുതാൽ, കാരണം അവിടെ ഉഷപൂജ സമയത്ത് ഗണപതി ഹോമവും അതേപോലെ ഭഗവാന് നേദ്യം തയ്യാറാക്കുന്ന സ്ഥലമാണ്. അപ്പം എന്തായാലും തൊഴണം. പിന്നെ അഗ്നി ഊണിൽ ഉള്ള ആ ബലിക്കല്ലൊന്ന് നോക്കിയിട്ട് ഒന്ന് നോക്കാം. അങ്ങനെ സപ്തമാതാക്കളെ ഒന്ന് സ്മരിക്കാം. അത് കഴിഞ്ഞാൽ നേരെ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരാം. അവിടെ നിന്ന് ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. കൊമ്പും തുമ്പി കൈയൊക്കെ ആയിട്ട് ഇങ്ങനെ. എന്താ ചെയ്യുക, വിഘ്നേശ്വരൻ്റെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ, ഇന്നലെ നമ്മളെ ഗുരുവായൂരത്ത് തന്നെ 2 ആന ഓടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുടെ ജീവഹാനിയൊക്കെ വന്നല്ലോ, അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. കോഴിക്കോട് ഓരോരോ അവസ്ഥകളാണ്.
പൂരത്തിന് എഴുന്നള്ളിപ്പും ഒക്കെ ആവും വഴി. ഗോകുലും പീതാംബരനൊക്കെ ഇട്ട് എന്താ ചെയ്യാല്ലേ, ഓരോരോ സമയത്തെത്തിയാൽ അതൊക്കെ അനുഭവിക്കണ്ടേ. അത് നമുക്കിങ്ങനെ തൊഴുത് എന്തായാലും ആ വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് വിഘ്നേശ്വരനെ കണ്ട് തൊഴുക. എല്ലാവരും തൊഴുതോളൂ കേട്ടോ. നിറയെ കദളിപ്പഴം വെച്ചിട്ടുണ്ട്, നിറയെ അർച്ചനയ്ക്ക് ഉള്ള അർച്ചന ചെയ്ത പുഷ്പങ്ങളുണ്ട് മുന്നിൽ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് എത്തൊക്കെ ഇട്ടിട്ട് നമ്മൾ തിരിഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ സരസ്വതി ദേവീനെ കാണാം. ഒരു തുളസിമാലയൊക്കെ അണിഞ്ഞിട്ടുണ്ട് ആ ഫോട്ടോൻ്റെ മുകളിൽ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ വരുമ്പോൾ നേരെ ആ ചെറിയ വിഗ്രഹങ്ങളൊക്കെ കാണാം. ആ ഗണപതിയുടെ ചെറിയൊരു വിഗ്രഹം കാണാം ആ മൂലയ്ക്കിൽ. അവിടെ ഒരു തുളസിമാലൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതൊന്ന് തൊട്ട് തലോടിയിട്ട് നേരെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള ആ രൂപങ്ങൾ കൊത്തിവെച്ച അതൊക്കെ ഒന്ന് തൊട്ട് തൊഴുത് മേൽശാന്തിയിൽ അവിടെ വന്ന് പ്രസാദം, അർച്ചന പ്രസാദമൊക്കെ വാങ്ങി. അതിൻ്റെ അപ്പുറത്ത് വാമന സ്വരൂപമുണ്ട്. അത് കഴിഞ്ഞാൽ ഗജേന്ദ്രമോക്ഷമൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോഴേ വാമന സ്വരൂപം കഴിഞ്ഞാൽ ഗരുഡനുണ്ട്, മഹാവിഷ്ണു ഗരുഡനും ഒക്കെ ആയിട്ടുള്ള ഓരോ വിഗ്രഹങ്ങൾ ഓരോന്നും പറയുക വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കഴിയൊന്നുമില്ല. ഒരുപാട് പറയാണ്ട് അത്രയും വിഗ്രഹങ്ങളുണ്ടല്ലോ. അത് കഴിഞ്ഞ് നേരെ അനന്ത പത്മനാഭസ്വാമിയെ കണ്ടു തൊഴാം. അവിടെ നിറയെ തുളസിമാല ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് ഓരോ താമരമാലയുണ്ട്. ലക്ഷ്മി വിളക്കിൽ നിറയെ നെയ്യ് ഒഴിച്ചിട്ട് നല്ല ദീപം കത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടു തൊഴുതു. ഇനി ശ്രീകോവിലിൻ്റെ പുറകു വശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. ഈ 1:30 അടയ്ക്കുമെന്ന് പറഞ്ഞാൽ 1:30 അടയ്ക്കാനൊന്നും കഴിയില്ല, നല്ല തിരക്ക് തന്നെയല്ലേ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിട്ടാവും കേട്ടോ. ആ പെയിൻറ്റിങ്ങൊക്കെ ഇങ്ങനെ മോറൽ പെയിൻറ്റിങ് മൊത്തം പുതിയ ആ ഒരു കളറിലേക്ക് വരുന്നു. വളരെ നല്ല രസമാകും. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള ദശാവതാര രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് കണ്ണനെ കാണാം. കൃഷ്ണൻ്റെ അവിടെ നേരെ മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ മുരുകനെ കണ്ടു തൊഴാം. അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമീനെ കണ്ടു തൊഴുക. ഇതൊരു കൂവളമാലയും കുങ്കുമമൊക്കെ ഉണ്ട്, ധാരാളം ഉണ്ട്. അവിടെ കണ്ടു തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ടു തൊഴുത് നേരെ ഓവിൻ്റെ അവിടെ വന്നിട്ടൊന്നുകൂടി പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് നേരെ ആ ഗ്രില്ലിനപ്പുറത്തേക്ക് കിടന്നാൽ നമ്മുടെ താമരക്കണ്ണൻ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴാം. ആ തീർത്ഥമൊക്കെ കിട്ടുന്ന ആ മണിക്കിണർ നോക്കിയിട്ട് തൊഴാം. അതും കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ആ നൃത്താറയിലേക്ക് നോക്കിയാൽ വിളക്ക്, കിടാവിളക്ക് ഇങ്ങനെ കത്തുന്നുണ്ട്. അവിടെ നമ്മളെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് ഇങ്ങനെ സങ്കല്പിക്കുക. അപ്പോൾ അതങ്ങനെ നമ്മുടെ മനസ്സിൽ കാണും. ഏത് കളറിലോ ഏത് രൂപത്തിലോ നമ്മൾ കണ്ണനെ സ്മരിച്ചാലും ആ രൂപത്തിൽ നമ്മളെ ഉള്ളിലേ എത്തും. അതാണ് കണ്ണൻ്റെ ഒരു അപാരമായ കഴിവ്. ഭക്തി കൊണ്ട് സ്മരിച്ചാൽ ഏത് സമയത്തും എപ്പോഴും പ്രത്യക്ഷപ്പെടും. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനി, നാരദരെയും വസുദേവരെയും ഒക്കെ ഇങ്ങനെ കണ്ട് തൊഴുക. അത് കഴിഞ്ഞ് വടക്കേ നടയിലൂടെ പുറത്തേക്ക് വന്ന് ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങിയിട്ട് ഒരു നടക്കാം. അങ്ങനെ ആ എടത്തരികത്തുകാവിലെ അമ്മയെ കാണാൻ വരാം. അങ്ങനെ വരുമ്പോൾ എടത്തരികത്തുകാവിലെ അമ്മയും വളരെ സുന്ദരിയായിട്ടുണ്ട്. ഒരു ചുവന്ന പട്ടും ഒക്കെ എടുത്ത് വലിയ വട്ടത്തിലുള്ള പൊട്ടൊക്കെ ഇങ്ങനെ അണിഞ്ഞ് കണ്ണൊക്കെ എഴുതി പൊട്ട് തൊട്ട് ഇങ്ങനെ ഇരിക്കുന്ന അമ്മയാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടേ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുത്
കുറച്ചും കൂടി ഇങ്ങോട്ട് പോകുന്ന കോർണറിലെത്തിയിട്ട് മമ്മിയൂർ അമ്പലത്തിലേക്ക് നോക്കിയിട്ട് തൊഴുക. നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എന്നിട്ട് മനസ്സിലേക്ക് ആ മമ്മിയൂരപ്പൻ്റെ രൂപം വരുത്തുക. എന്നിട്ട് തൊഴുക. അങ്ങനെ വന്ന് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ എത്തിയിട്ട് വീണ്ടും ശ്രീകോവിലിൻ്റെ അവിടേക്ക് നോക്കിയിട്ട് ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ നമ്മളെ മുരളീധര സ്വരൂപത്തിൽ പൊഴിക്കുന്ന വേണുഗോപാല സ്വരൂപം കാണാം. അപ്പോൾ കണ്ട് തൊഴുക. അത് കഴിഞ്ഞാൽ കൂത്തമ്പലത്തിൻ്റെ അവിടെ ഒന്ന് തൊഴുക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ അയ്യപ്പസ്വാമീൻ്റെ അവിടെ വന്നിട്ട് അയ്യപ്പസ്വാമീനെ കണ്ടു തൊഴുക. കറുപ്പ് എടുത്തിട്ട് തന്നെയാണ് കേട്ടോ, കറുത്ത വേഷത്ത് തന്നെയാണ്. ചന്ദനം ചാർത്തിയിട്ടുണ്ട് മുഖത്തൊക്കെ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമീനെ പ്രണമിച്ചിട്ട് വലത് വെച്ചിട്ട് നേരെ നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരിക. അപ്പോൾ ആ ദീപസ്തംഭത്തിലെ വേണുഗോപാലനെ അതുപോലെ ആ കൊടിമരത്തിലെ വേണുഗോപാലനെയൊക്കെ നോക്കി തൊഴുതു. എല്ലാവരും ആ ഗുരുവായൂരപ്പനെ എൻ്റെ കൂടെ വന്നിട്ട് തൊഴുതു കേട്ടോ. യാതൊരു സംശയം വേണ്ട. എന്നെ കേൾക്കുന്ന എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന നമ്മൾ ആ നടന്ന് തൊഴുന്ന പ്രതീതി എല്ലാവരിലേക്കും എത്തട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഇന്ന് ചെറുതായിട്ട് തൊണ്ടവേദനയും ജലദോഷമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ട് ആയത്. എല്ലാവരും ക്ഷമിക്കുക. ഹരേ കൃഷ്ണ.